കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോഴേ അവിടെ ഉം, കഴിഞ്ഞ പ്രാവശ്യമില്ല കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം കേട്ടോ ഗുരുവായൂർ പോയപ്പോൾ കുറേ കൊല്ലമായി പോയിട്ട് അപ്പം ഞാൻ തന്നെ പോയി ബസ്സിൽ, വേറെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ബസ്സിൽ പോയിട്ട് ബസ് ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ പാലം പണി. അപ്പോൾ ശക്തനിൽ നിന്ന് ബസ് കയറി പാലം പണി. അപ്പോൾ ബസ് പിന്നെ പോവില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ ഗുരുവായൂർ ആദ്യം പോയിട്ടുള്ള പരിചയം. അപ്പം ഞങ്ങളവിടെ എല്ലാവരും ഇറക്കി വിട്ടു. ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കാൻ നോക്കി. കുറേ വഴിയുണ്ട്. പിന്നെ അവിടെ പാലം പണിയുള്ള കാരണം അവിടെ നിർത്തി ഇറക്കി ഞങ്ങൾ. ഓട്ടോറിക്ഷയ്ക്ക് എത്രയാണ് അന്ന് കാശ്? 100 രൂപ അത്രയൊക്കെ. അത്രയ്ക്ക് അന്ന് 150. എന്നിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കയറുമ്പോഴേക്കും ഒരു വാരിസാർ വന്നിട്ട് അതങ്ങനെ അപ്പം അത് എന്നോട് ഞാൻ അതിനോട് ചോദിച്ചേ, അതിൻ്റെ കയ്യിൽ ഇതൊക്കെയുണ്ട്, പ്രസാദമുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്നെ കണ്ടപ്പോൾ അമ്പലത്തിൽ നിന്ന് വരണമാണ്. അപ്പോൾ അതിനോട് ഞാൻ നമ്മളെ കൃഷ്ണനെ വിചാരിച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കാത്തെന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ വാരിസാർ അവിടെ എത്തി. ഓട്ടോറിക്ഷയ്ക്ക് 150 രൂപ കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഗുരുവായൂർക്ക് കുറേ നാളായി വന്നിട്ട് അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ഇത് പറയുന്നത് വാരിസാർ പറയുന്നത്, ഞാൻ അവിടുന്ന് തൊഴുത്തും കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ എത്ര വഴിയാ, പ്രായം ഇതാണ്, അത് ഇത്ര വഴി നടന്ന് വരാൻ കൂട്ടി വിടുമോ? അപ്പം ഞങ്ങളുടെ കൂടെ വരാമെന്ന്. ഞാൻ അങ്ങോട്ട് പോയത് എനിക്ക് ഇത് പ്രസാദ ഇതുണ്ടല്ലോ, നെയ്തിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ കയറി വന്ന് ഞങ്ങളുടെ ഒപ്പം വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഊട്ടുപുരയിൽ വരി നിന്ന് അവിടെ ചെന്ന് നെയ്തിച്ചോറ് കഴിച്ചു. എന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ട് ഇപ്പം ഞാനൊരു ജ്യൂസ് മേടിച്ച് കൊടുത്തിട്ട്, നല്ല ചൂടായിരുന്നു, ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ വളമാല കടയിലൊക്കെ ഞങ്ങൾ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് ബസ് കയറാൻ എനിക്ക് സ്ഥലം അറിയില്ല, ഇങ്ങോട്ട് പോരാനേ. അപ്പോൾ ബസ് കയറിനോട്ട് കൊണ്ടാക്കിയെന്ന് ഞങ്ങളെ ബസ് കയറ്റിയിട്ട് ആ വാരിസായി പോയുള്ളൂ. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ കൃഷ്ണൻ വന്നതാണെന്ന് എനിക്ക് തോന്നി.